അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ മുൻവശത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ചുകളിൽ ഒന്നാണ് നമ്മുടെ സെൻറ്റ് ഫിലോമിന ചർച്ച്. മൈസൂർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി പ്ലേസാണ് നമ്മുടെ സെൻറ്റ് ഫിലോമിന ചർച്ച് എന്ന് രേഖപ്പെടുത്തുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ മൈസൂർ എന്ന സ്ഥലത്താണ്. ഈ ചർച്ചിൻ്റെ ഫ്രണ്ട് വശവും അതുപോലെ തന്നെ സൈഡ് വശവുമൊക്കെ കാണുമ്പോൾ നമ്മുടെ മറ്റൊരു രാജ്യത്ത് ഒരു അതർ കൺട്രീസിൽ പോയി കാണുന്ന ഒരു ചർച്ചിൻ്റെ ഫീല് നമുക്ക് അനുഭവപ്പെടാം. ഒരു 14 വയസ്സുകാരി രാജകുമാരിയായ പെൺകുട്ടിയുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ ചർച്ചിൻ്റെ ഐതിഹ്യം. ഇന്ത്യയിലെ പഴക്കമുള്ള ചർച്ചുകളിൽ ഒന്നാണ് ഈ സെൻറ്റ് ഫിലോമിന ചർച്ച്. 250-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. 1799 മൈസൂരിലെ ക്യാപിറ്റൽ ശ്രീലങ്ക പട്ടണത്തിൽ നിന്നും മൈസൂരിലേക്ക് മാറ്റിയ സമയത്ത് അവിടെ ഒരുപാട് ബ്രിട്ടീഷ് പട്ടാളക്കാർ ഉണ്ടായതുകൊണ്ട് ചർച്ചിൻ്റെ ആവശ്യം അനിവാര്യമായി വന്നു. അങ്ങനെ കൃഷ്ണരാജ ഒടയാൻ മൂന്നാമനാണ് സ്ഥലം വിട്ടുകൊടുക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ 1933 ഒക്ടോബർ 28 കൃഷ്ണരാജ ഒടയാൻ നാലാമൻ ഈ ചർച്ച് ഇന്ന് കാണുന്ന രീതിയിലേക്ക് രൂപകൽപ്പന ചെയ്ത് മാറ്റുകയായിരുന്നു. ഫ്രഞ്ച് ആർക്കിടെക്റ്റായിരുന്ന ഡാലി എന്ന വ്യക്തി ഇതിൻ്റെ പ്ലാനും സ്കെച്ചും വരച്ചത്. ഇനി ആരാണ് സെൻറ്റ് ഫിലോമിന? എങ്ങനെയാണ് സെൻറ്റ് ഫിലോമിന ചർച്ചിന് ഇന്ത്യയിലെത്തിയത് അല്ലെങ്കിൽ മൈസൂരിലെത്തിയത്? AD 291 ജനുവരി 10 ഡീസൽ ആയിരുന്നു സെൻറ്റ് ഫിലോമിന എന്ന പെൺകുട്ടിയുടെ ജനനം. ലാറ്റിൻ ഭാഷയിൽ സെൻറ്റ് ഫിലോമിന എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ മകൾ എന്നായിരുന്നു. ജനിച്ചത് ഒരു ചെറിയ രാജകുടുംബത്തിലായിരുന്നു. ചെറുപ്പം മുതൽ ദൈവഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു സെൻറ്റ് ഫിലോമിന. കർത്താവിൻ്റെ മണവാട്ടിയാവുക അല്ലെങ്കിൽ ഒരു കന്യസ്ത്രീയാവുക എന്നായിരുന്നു സെൻറ്റ് ഫിലോമിനയുടെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെൻറ്റ് ഫിലോമിനയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു വാർത്ത വരുന്നത്. എന്തായിരുന്നു ആ വാർത്ത? റോമിലെ രാജാവ് സിയോക്ലോസിസ് തങ്ങളുടെ രാജ്യം ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്തയായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം സെൻറ്റ് ഫിലോമിനയുടെ അച്ഛൻ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി റോമിലെ ചക്രവർത്തിയെ കാണാൻ പോകുന്നു. അങ്ങനെ റോമിലെ ചക്രവർത്തി തൻ്റെ മകളെ വിവാഹം ചെയ്തു തരികയാണെങ്കിൽ ഇതിൽ നിന്നും പിന്മാറാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സെൻറ്റ് ഫിലോമിനയുടെ അച്ഛൻ അത് സമ്മതിച്ചെങ്കിലും സെൻറ്റ് ഫിലോമിന തങ്ങളുടെ മണവാട്ടിയാകാൻ സാധിക്കില്ല എന്നും താൻ ദൈവത്തിൻ്റെ മണവാട്ടിയാണെന്നും ഉറക്കെ പറയുകയും ചെയ്തു. മറുപടി കേട്ട ഡിയോക്ലസ് രാജാവ് ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും ശിരസ് ഛേദിച്ച് കൊല്ലുകയും ചെയ്തു. പിന്നീട് 1802 മെയ് 25 റോമിലെ സെൻറ്റ് ബ്രിസ്റ്റ കാട്ടുഹോമിലായിരുന്നു സെൻറ്റ് ഫിലോമിനയുടെ തിരുശരീരം കണ്ടെത്തിയത്. ഒരു പാത്രത്തിൽ നിറയെ രക്തവും 3 ടൈൽപ്പാലുകളും മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നീട് അത് റോമിലെ പല ചർച്ചുകളിലും ഈ തിരശീല സൂക്ഷിക്കുകയും ഇന്ന് അത് നമ്മുടെ മൈസൂരിലെ സെൻറ്റ് ഫിലോമിന ചർച്ചിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.